ഒരുപാട് പണമുണ്ടോ? ഇഷ്ടം പോലെ വഴിയിൽ കളയാൻ മാത്രം. അറിഞ്ഞിട്ട് എന്ത് വേണം? എനിക്കൊന്നും വേണ്ട. പാവം, നിങ്ങളുടെ അച്ഛൻ അധ്വാനിച്ചുണ്ടാക്കുന്ന പണമാണ്. അത് വഴിയിൽ കളയരുത്, സൂക്ഷിക്കണം. ഞാനാണ് പേഴ്സ് എടുത്ത് അകത്തിട്ടത്. മനസ്സിലായി. എന്നാലൊരു നന്ദിയെങ്കിലും പറയണ്ടേ? പറഞ്ഞിരിക്കുന്നു. ഒന്ന് ഇറങ്ങി പോകാമോ? പേഴ്സും കൊണ്ട് ഞാനങ്ങ് പോയാ മതിയായിരുന്നു. രാജി, തമാശ നിർത്ത്. ചെല്ലമ്മ ഇന്ന് ചന്തയിൽ പോയില്ലേ? പോണം. വരുമ്പോ എനിക്ക് എന്തോ കൊണ്ടുവരും. എന്തിനു വേണം? ഒന്നും വേണ്ട, ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ. ചെല്ലമ്മ ഇന്നലെ രാത്രി ഉറങ്ങിയില്ലേ? എങ്ങനെ അറിഞ്ഞു? ചിമ്മിനി വിളക്കരിയുന്ന കണ്ടു. ആരോ പാടുന്നത് കേട്ടല്ലോ, എഞ്ചിൻ പുരയിൽ. ഞാൻ അറിഞ്ഞില്ലല്ലോ. ഓ, കള്ളം. നല്ല പാട്ടായിരുന്നു. ചുമ്മാ ഒറ്റയ്ക്കിരുന്നപ്പോൾ അറിയാതെ പാടിപ്പോയി. അതിനുശേഷം ഞാൻ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. അയ്യോ, അതെന്തിനാണ്? ആ പാർവതികാർ വല്ല ശല്യവും ചെയ്യുന്നുണ്ടോ നോക്കാൻ. എനിക്കും ഭയങ്കര പേടിയായിരുന്നു. അങ്ങനെ ഒന്നും അങ്ങ് പേടിക്കണ്ട കേട്ടോ. ഞാൻ കുളിക്കട്ടെ. വിഷ് ചെയ്താൽ തിരിച്ചൊന്ന് വിഷ് ചെയ്തൂടെ? ആവാലോ. ഓക്കെ. ഇതാ സാറിന്റെ കാല് പിടിച്ച് തിരികെ വാങ്ങിച്ച ശാലിനിക്ക് വേണ്ടി. നാളെയും വേണ്ട എന്തെങ്കിലും ഒന്ന്, അല്ല ബിന്ദു? അത്ര ബുദ്ധിമുട്ടണ്ട, റോ വെച്ചോളൂ. അപ്പൊ നാളെ അതവൻ വേറെ എന്തെങ്കിലും കണ്ടുപിടിച്ചോളൂ. ആ, എന്നായത് ഞാൻ സൂക്ഷിച്ചു വെച്ചോളാം, കുട്ടിയുടെ ഓർമ്മയ്ക്ക്. ഓ, ഇഷ്ടം പോലെ. അതെന്താ ഇതേവരെ ഒറ്റ ആളോടും പ്രേമം തോന്നാഞ്ഞത്? പറഞ്ഞ കള്ളമല്ലേ? ഞാനെന്തിനാ നിങ്ങളോട് കള്ളം പറയുന്നേ? അപ്പൊ അങ്ങനെ തോന്നിയിട്ടേ ഇല്ല. അതെന്താ കാരണം? അതെനിക്കിപ്പോ എങ്ങനെ അറിയാം? ഞാൻ കണ്ട ചെക്കന്മാർക്കൊന്നും അതിനുള്ള യോഗ്യത ഉണ്ടായിരുന്നിരിക്കില്ല. എനിക്കാ യോഗ്യത ഉണ്ടാവോ? നിങ്ങൾക്ക് എന്തുണ്ടായിട്ടെന്ത്? ഭാര്യയും കുട്ടിയൊക്കെ ഉള്ള ആളല്ലേ നിങ്ങള്. പിന്നെ ഞാനതിനിടെ കയറിയിട്ട് എന്തിനാ വെറുതെ? ഞാനൊരു കാര്യം ചോദിച്ചാ നേര് പറയോ? ചോദിക്കൂ. ക്ലാരായിട്ട് ഇങ്ങനൊരു തീരുമാനം എടുത്താണോ അതോ? അതെ. അതെന്താ കാരണം? നിങ്ങളിപ്പോ ഈ മുറി വരാൻ എന്താ കാരണമെന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചോ? ഇല്ലല്ലോ. ഇല്ല. അതെ, വലിയ ആളല്ലേ നിങ്ങൾ. പേരുകേട്ട അച്ഛന്റെ പേരുകേട്ട മകൻ. ഞാനാരാ? നിസ്സാരയായ ഒരു പെണ്ണ്. പക്ഷെ ഒന്ന് മനസ്സിലാക്കുക, എന്റെ ഉള്ളിലുണ്ട് ചെറിയ ചില ജയങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മനസ്സ്. അതിനെനിക്ക് തൃപ്തിപ്പെടുത്തിയേ പറ്റൂ. നിങ്ങളെപ്പോലെ രാഭാസന്റെ മുന്നിൽ ചിലങ്ക കെട്ടി ആടിയപ്പോ കളങ്കപ്പെട്ടത് ദൈവദത്തമായ ഒരു കലയാണ്. എന്റെ കാലുകൾക്ക് ഇനി ഈ ചിലങ്ക ഇടാനുള്ള യോഗ്യതയില്ല. ഉള്ളിൽ 1000 മുള്ളു കുത്തിയിറങ്ങുന്ന വേദനയിലും എനിക്ക് സന്തോഷിക്കാൻ ഞാനിതിവിടെ ഉപേക്ഷിക്കാണ് എന്നേക്കുമായി. പ്രിയമുള്ളവരെ, എന്റെ മിത്രങ്ങളും ഉറ്റവരും ഉടയവരും രക്തസാക്ഷികളും സോറി രക്തബന്ധുക്കളുമായ എന്റെ സതീർത്ഥ്യരെ, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള പരിപൂർണമായ പിന്തുണയും സഹകരണവും ഞാൻ നന്ദിയോടെ സ്മരിക്കുന്നു. ഇപ്പോഴും നിങ്ങളുടെ ഓരോരുത്തരുടെയും പിന്തുണയും സഹകരണവും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ ഇവിടെ ഒരു കളിനാടകം അരങ്ങേറുകയാണ്. എന്റെ ഈ കൈകളെ ചിറകുകളാക്കി ഒരു തത്തയെ പോലെ, തത്ത വേണ്ട, മാടത്ത ഒരു മാടത്തെ പോലെ താഴേക്ക് പറക്കുകയാണ്. ഇവിടുത്തെ മാറ്റിനും കുട്ടികളും പ്രിൻസിപ്പളും അറിയേണ്ടത്, ജനാൽക്കലിരുന്ന് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ മായാവിനോദിനി കാലുവഴുതി താഴേക്ക് വീണു എന്നാണ്. ആ ഡോക്ടർ ശ്രീനിവാസൻ അറിയേണ്ടത്, പ്രണയനൈരാശ്യം മൂത്ത് മായ രമണിയെ പോലെ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നാണ്. ഉറ്റവരെ, ഇതാ പറക്കുന്നു നിങ്ങളുടെ പ്രിയപ്പെട്ട പക്ഷി.
കാശില്ലെന്ന് പറഞ്ഞോ? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. കഷ്ടമുണ്ട്. നിങ്ങൾ ഒരു ഉരുണ്ട് കളിക്കരുത്. എനിക്കറിയാം അവരങ്ങനെ പറയില്ലെന്ന്. താൻ അവർ പറഞ്ഞോടും ചോദിക്കണം. എന്താ പറഞ്ഞേ? അങ്കമാലിയിലത്തെ പ്രധാനമന്ത്രി എന്റെ അമ്മാനാണ്, അങ്ങനോട് പറഞ്ഞ കാശ് അയച്ചു തരുമെന്ന് പറഞ്ഞു. അമ്മാവനെ വിളിച്ചു പറഞ്ഞ കാശ് അയച്ചു തരുന്ന അവര് പറഞ്ഞില്ലേ? നിങ്ങൾക്കൊന്ന് ഫോൺ ചെയ്ത് അങ്കമാലി. അങ്കമാലിയിലെ അമ്മാവൻ ആരാന്ന് പറഞ്ഞു? പ്രധാനമന്ത്രി. അപ്പൊ ഈ കഴുത പറയാ എന്റെ അമ്മാവന്റെ വകയല്ല ഈ ഹോട്ടലിന്. അപ്പൊ ഞാൻ ചോദിച്ചു നിന്റെ അമ്മാവന്റെ വകയാണോ ഈ ഹോട്ടലിന്? അപ്പൊ അവൻ എന്നെ എടിന്ന് വിളിച്ചു, ഞാൻ അവനെ പട്ടിന്ന് വിളിച്ചു. അപ്പൊ ഒരുത്തൻ എന്നെ അടിക്കാൻ വന്നപ്പോ ഞാൻ എന്റെ കൊടയെടുത്ത് അവന്റെ വയറ്റത്ത് ഒറ്റ കുത്തി. എന്റെ കൊടയെ പിടിച്ച് വലിച്ചപ്പോ ദാ അവിടെ ഇരിക്കുന്ന ഫോട്ടോ എടുത്ത് ഞാൻ തറയിൽ എറിഞ്ഞു പൊട്ടിച്ചു. പിന്നെ ഒരുത്തൻ എന്നെ പിടിക്കാൻ വന്നപ്പോ ഞാൻ ഫോൺ എടുത്ത് അവന്റെ തലയിൽ ഒറ്റ അടി വെച്ചു. എന്നിട്ട് ഒരുത്തൻ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു അവന്റെയാണ് ഈ ഹോട്ടലിന്. അപ്പൊ ഞാൻ അവന്റെ അപ്പൂപ്പനെയും അമ്മുവിനെയും ഒക്കെ ചീത്ത പറഞ്ഞു. അവൻ പോലീസിനെ വിളിക്കുന്നു പറഞ്ഞപ്പോ ദാ അവിടെ ഇരിക്കുന്ന പൂച്ചട്ടി എടുത്ത് അവന്റെ തലയിൽ ഒറ്റ അടി വെച്ചു കൊടുത്തു. അവനെ ആസ്പത്രി കൊണ്ടുപോയി. ഞാൻ വേറെ ഒന്നും ചെയ്തില്ല, ഇത്രേ ചെയ്തുള്ളൂ. അതിനാണ് ഇവന്മാർ ഇങ്ങനെ ബഹളം വെക്കുന്നത്. വട്ടാണല്ലേ? എന്നോട് ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കുന്നു, അതെന്താ? ഗംഗ ഇപ്പൊ പോണ്ട. അതെന്താ? അല്ലിക്ക് ആഭരണം എടുക്കാൻ ഞാൻ കൂടെ പോയാല്? വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്താ ഞാൻ കൂടെ പോയാല്? പോകണ്ട. വിടമാട്ടെ. அப்ப நீ என்ன இங்கிருந்து எங்கேயும் போக விட மாட்ட? ஐயோ நாய, உனக்கு எவ்வளவு தைரியம் இருந்தா இப்பவும் என் கண் முன்னாடி வந்து நிப்ப? இன்னைக்கு துர்காஷ்டமி, உன்னை நான் கொன்னு ஓ ரத்தத்தை குடிச்சு ஓங்கார நடனம் விடுவேன். ഗംഗേ, എന്റെ അടുത്ത് കളിക്കാൻ നിൽക്കണ്ട. ചിക്കൻ പാട് നോക്കി പോ. പെണ്ണെന്തിനാ ചൂടാവണേ? സൈക്കിളിൽ കയറിയിട്ടുണ്ടോ? എന്താ പേടിയുണ്ടോ? ദേ ഇവിടെ കയറി ഇരുന്നാ മതി. നമുക്ക് ഈ വരുമ്പത്തൂടെ ഇങ്ങനെ പാട്ടൊക്കെ. ഈ കത്തി നാളെ തന്നെ താൻ പറയണം. കടയിൽ അത്യാവശ്യമുള്ളതാ. മേടിക്ക്. എന്റെ തരണ്ട. എനിക്ക് പോണം, കടയിൽ ആളില്ല. സ്കൂളിൽ പോണ കുട്ടികളുടെ അടുത്താണോ കത്തി കാച്ചണത്? അത് ബാനു രാജിയെ കണ്ടപ്പോ അവിടം വരെ വരണ്ടല്ലോ എന്ന് കരുതി. അത് പഠിക്കാൻ പോണ കുട്ടികളുടെ പിന്നാലെ പഞ്ചാരടിയും കൊണ്ട് വന്നാണ്ടല്ലോ, ചവിട്ടി നിന്റെ വാരിൽ ഞാൻ ഒടിക്കും. പിടിപൊടി തല തെറിച്ചോളെ. ആ ചക്കൻ പിന്നാലെ വന്നെ ഞാനെന്ത് ചെയ്യാനാ? ചെക്കന്മാര് ചക്രവർത്താനം പറഞ്ഞ് വരുമ്പോ പെടക്കോഴി പതുകണ പോലെ പതുക്കി കൊടുക്കും. എന്നിട്ട് ഞാനെന്ത് ചെയ്യാനാ? ഒറ്റ വീക്ക് വെക്കണ്ടല്ലോ. പൊട്ടും തൊട്ട് പൂവും ചൂടി ഇളിച്ചു കാട്ടി നടന്നോ ശാവം. നിന്നെ ഞാൻ കണ്ടോളാടി. പോടെ. Tessa. I'm a patient. I'm not all right. ഞാനൊരു രോഗിയാണ്. നീ ഒരു നേഴ്സല്ലേ? യു ഷുഡ് ബി നോയിങ് ഇറ്റ്. നിനക്കറിയാമല്ലോ അത്. I'm a patient. ഞാൻ രോഗിയാണ്. Please don't hurt me. Please don't hurt me. നീ എനിക്കൊരു രോഗിയാണ്, പക്ഷേ മരണം കൊണ്ട് മാറാവുന്ന രോഗമേ നിനക്കുള്ളൂ.